സദാ ബാലരൂപാഭിവിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാഭി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കിലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലാചലം സർവദാ സാക്ഷിഭൂതം ഭാവാ അതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചീടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും ആയുസ്സും ആരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. മുകുന്ദാഷ്ടകം ചൊല്ലാം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനം ആദ്യന്തവിഹീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആലോക്യം ആദുർമുഖ ആദരേണ സ്തന്യം പിബന്ധം സരസീരുഹാക്ഷം സച്ചിന്മയം ദേവ അനന്തരൂപം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഇന്ദീവരശ്യാമള കോമളാംഗം ഇന്ദ്രാദിദേവാർച്ചിത പാദപത്മം സന്താനകൽപദ്രുമ ആശ്രിതാനാം ബാലം മുകുന്ദം മനസാ സ്മരാമി. കളിന്ദജാന്തസ്ഥിത കാളിയസ്യ ഫണാഗ്രരംഗേ നടനപ്രിയം ദം തൽപുച്ഛഹസ്തം ശരദിന്ദുവക്ത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി. ശിഖീനിധായ ജപയോദധീനി ബഹിർഗതായാം വ്രജനായികായാം ഭുക്ത്വാ യഥേഷ്ടം കപടേന സുപ്തം ബാലം മുകുന്ദം മനസാ സ്മരാമി. ലംബാളകം ലംബിതഹാര അഷ്ടിം ശൃംഗാരലീലാങ്കുരദന്തപങ്ക്തിം ബിംബാധരം ചാരുവിശാലനേത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഉലൂഖലേ ബദ്ധ ഉദാരശൗര്യ ഉത്തുംഗയുഗ്മാർജുന ഭംഗലീലം ഉൽഭുല്ല പത്മായത ചാരുനേത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഏവം മുകുന്ദാഷ്ടകം ആദരേണ സൽകൃൽപടേദ്യ സലഭേദ നിത്യം ജ്ഞാനപ്രദം പാപഹരം പവിത്രം ശ്രേയച്ച വിദ്യാച്ച യശച്ച മുക്തിം. നമുക്ക് കണി കാണുന്നതിനുള്ള നാമങ്ങൾ ചൊല്ലാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി
കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. നരകവൈരിയാം അരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പുന്നിൻ അടുത്തുവാ ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൽ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേ എന്നോ കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണാവശത്തുവാ ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവാ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതും അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനും ഇഹ തൃക്കാക്കൽ വീണു ഹരിനാരായണായ നമ. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. ഇതു കേൾക്കതാൻ ഇതൊരു മൊഴി താൻ പഠിപ്പവനും പതിയാ ഭവാം ബുധിയിൽ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നമുക്ക് ഭാഗവതം അക്രൂര സ്തുതിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രൂരൻ സ്തുതിച്ചിട്ട് എന്തൊക്കെയാ പറയാ? ഈ പ്രപഞ്ചം നിഴലാണ്, നമ്മളെല്ലാവരും നിഴൽപ്രായ തുല്യമാണ്, പരമാത്മാവ് ഏകനാണെന്നും
ബ്രഹ്മം ഒന്നെന്ന് വിചാര സംയുക്തരായി തോന്നും പ്രപഞ്ചം നിഴൽ പ്രായതുല്യമായി തോന്നിയും. ഇതെല്ലാം തോന്നലാണ്. ഇതെല്ലാം നമ്മളെ നിഴൽ പോലെയാണ്. നിഴൽ എപ്പോഴും ഇത് മാറിപ്പോകുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ശാശ്വതമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തോന്നിയും. പിന്നെ മൃഗതൃഷ്ണ നാശവൽ സൂര്യകിരണേന തോന്നും മരീചിക. സൂര്യനില്ലെങ്കിൽ മരീചിക ഇല്ലെന്നും കാരണമാം ബ്രഹ്മം എന്നങ്ങിരിക്കയാൽ. ഇതിൻ്റെ എല്ലാം കാരണം ബ്രഹ്മമാണല്ലോ. ബ്രഹ്മമില്ലെങ്കിൽ ഇവിടെ വല്ലതും ഉണ്ടോ? പ്രപഞ്ചം ഉണ്ടാവത്തില്ലല്ലോ. മായ ഇല്ലല്ല, പിന്നെ മായ ഉണ്ടാവത്തില്ല. ബ്രഹ്മം ഉള്ളത് കൊണ്ടാണ് മായ ഉള്ളത്. അതാണ് ഇവിടെ സൂര്യന് കിരണം ഉള്ളത് പോലെ. സൂര്യന് കിരണമില്ലെങ്കിൽ മരീചിക ഉണ്ടാവില്ല. സൂര്യനുള്ളത് കൊണ്ടാണ് ഇവിടെ കിരണങ്ങൾ. ആ സൂര്യകിരണം കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഈ മരീചിക ഉണ്ടെന്ന്. സത്യത്തിൽ മരീചിക ഇല്ല. അതായത് എനിക്ക് തോന്നുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ദൂരെ നമുക്ക് നോക്കുമ്പം എന്തോ തിളങ്ങി തിളങ്ങി ഇങ്ങനെ ഓളം വെട്ടുന്ന പോലെ കണ്ടിട്ടുണ്ട് ഞാനങ്ങനെ. അത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് സൂര്യൻ്റെ കിരണം കൊണ്ടങ്ങനെ തോന്നി. സത്യത്തിൽ ഒന്നും തന്നെ ഇല്ല. നമുക്ക് തോന്നുന്നു എന്നുള്ളത്. ദൂരെ നോക്കുമ്പോൾ അങ്ങനെ തോന്നിക്കുന്നു. ചില കുന്നുകളിൽ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ ഒരു തിരമാല വന്ന് മറയുന്നത് പോലെ മറിഞ്ഞ് ഇങ്ങനെ തോന്നുന്നത് പോലെ തോന്നലുണ്ടാവുന്നത്. സത്യത്തിൽ അതൊന്നും ഉള്ളതല്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, തോന്നലാണ്. അതുപോലെ ഇവിടെ ഇതെല്ലാം നമുക്ക് തോന്നുന്നതാണ്. ഇന്ന് തോന്നുന്ന അടുത്ത സമയം ഇല്ലല്ലോ, എല്ലാം നിഴല് പോലാണല്ലോ. അതുകൊണ്ട് സൂര്യനില്ലെങ്കിൽ മരീചിക ഇല്ലെന്നും കാരണമാം ബ്രഹ്മം എന്നങ്ങിരിക്കയാൽ കാര്യപ്രപഞ്ചങ്ങൾ മായയാ തോന്നുന്നു. ഇതിനെല്ലാം കാരണമൊക്കെ എന്താണ്? ബ്രഹ്മം ആണ്. ബ്രഹ്മം എന്നങ്ങ് ഇരിക്കയാൽ പിന്നെ അതുകൊണ്ട് ഇവിടെ കാര്യപ്രപഞ്ചങ്ങൾ, ഇവിടെ കാര്യവും കാരണവും എല്ലാം ഇവിടെ പ്രപഞ്ചമാണ്. നമുക്ക് ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. എന്താ നമ്മുടെ ജനിക്കാനുള്ള, ഇപ്പം നമ്മൾ ഇവിടെ ജനിച്ച കാരണം എന്താ, എന്തുകൊണ്ടാന്ന് നമുക്ക് ഊഹിക്കാം. കർമ്മഫലം കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? കർമ്മം നമ്മൾ ചെയ്ത കഴിഞ്ഞ ജന്മങ്ങളിൽ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലം കൊണ്ടാണ് ഇപ്പോൾ ജനിക്കാനുള്ള ഒരു കാരണം വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ? കർമ്മഫലം. ഓരോന്നിനും ഓരോ കാരണമുണ്ട്. അതല്ല ഈ പ്രപഞ്ചത്തിനേ ഉള്ളൂ, അല്ലാതെ പരബ്രഹ്മത്തിന് ഇതൊന്നുമില്ല. ഇവിടെ മഹാമായായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് മാത്രമേ കാര്യവും കാരണങ്ങളെല്ലാം ഇവിടെ തന്നെ ഉള്ളൂ, പ്രപഞ്ചത്തിനേ ഉള്ളൂ. പരമാത്മാവായ ഈശ്വരന് ഇതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇവിടെ കാരണമാം ബ്രഹ്മം എന്നങ്ങ് ഇരിക്കയാൽ കാര്യപ്രപഞ്ചങ്ങൾ മായയാ തോന്നുന്നു. മായാ വികാരങ്ങൾ മിഥ്യയെന്നാകയാൽ മായയ്ക്ക് കാരണം ആത്മാവിനില്ലെന്നും. മായ കൊണ്ട് നമുക്ക് വികാരങ്ങൾ ഇവിടെ എല്ലാം നമുക്കിന്ന് ഈ വികാരങ്ങളെല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ത്രിഗുണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് വികാരങ്ങളെല്ലാം പ്രപഞ്ചത്തിനേ ഉള്ളൂ. എന്നാലത് പരമാത്മാവിന് അതോട്ടില്ല. മായാ വികാരങ്ങളെല്ലാം ഇവിടെ മിഥ്യ എന്നാകയാൽ ഇതെല്ലാം മിഥ്യ എന്നാണ്, സത്യമല്ലാത്തതാണ്. അതുകൊണ്ട് മായയ്ക്ക് കാരണം ആത്മാവിനില്ലെന്ന്. മായയ്ക്കാണിതെല്ലാം ഉള്ളത്, ഈ കാരണങ്ങളൊന്നും തന്നെ ആത്മാവിനില്ലെന്നും. കാര്യഭേദ അഭേദ ദ്വൈതങ്ങൾ, കാരണവും കാര്യവും ഭേദങ്ങളും അഭേദങ്ങളും രണ്ടെന്നുള്ള ദ്വൈതങ്ങളും കാരണാത്മാവാം പരബ്രഹ്മണി നാസ്തി. ഇതൊന്നും പരമാത്മാവിനില്ല, നാസ്തിയില്ല. അതായത് ഇതെല്ലാം ഈ കാരണവും കാര്യവും ഭേദങ്ങളും അഭേദങ്ങളും രണ്ടെന്നുള്ളതെല്ലാം ദ്വൈതങ്ങൾ, ഇതൊക്കെ എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. വേറെ എങ്ങും ഇവിടെ നമ്മൾ വസിക്കുന്ന ഈ അവിദ്യയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് മാത്രമേ ഇവിടെ ഒരു കാരണവും അതിനൊരു കാര്യവും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കാരണം ഉണ്ടാവുന്നു. ഇങ്ങനെ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിനേ ഉള്ളൂ. ഭേദങ്ങളും അഭേദങ്ങളും രണ്ടെന്നുള്ള ദ്വൈതങ്ങൾ, ഭേദ അഭേദ ദ്വൈതങ്ങൾ. അതോ കാരണാത്മാവാം പരബ്രഹ്മണി നാസ്തി. ഇതെല്ലാം പരമാത്മാവിനൊന്നുമില്ല, ഇതെല്ലാം മായയ്ക്കേ ഉള്ളൂ. കാരണകാര്യങ്ങൾ തോന്നുന്നതൊക്കെയും കാരണാത്മാ പരബ്രഹ്മ ജ്യോതിർമയം. കാരണങ്ങളും കാര്യങ്ങളും ഇത് തോന്നുന്നതൊക്കെയും കാരണാത്മാവിരിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ ജ്യോതിർമയമാണ്. ഇത്തം വിചാരിച്ചു തെളിഞ്ഞൊരു വിദ്വജനങ്ങൾ ആനന്ദ സ്വരൂപന്മാർ. ഇതെല്ലാം ആര് മനസ്സിലാക്കുന്ന, ഇതൊക്കെ വിചാരിച്ച് അറിഞ്ഞ് തെളിയുന്നതാരാ? നമ്മൾ എന്താ പറയുക, എനിക്ക് നല്ല കമൻസ് വന്നതുപോലെ അതിന് ഞാൻ ഇന്നൊരു ഇത് ഇട്ടിട്ടുണ്ട്. അത് മക്കളെല്ലാം വായിക്കണം. എന്താ പറയുക, ചാക്കോച്ചൻ മത്തായി എന്ന് പറഞ്ഞൊരു മകൻ എനിക്ക് നല്ലൊരു കമൻസ് തന്നു. ഇതൊക്കെ എന്തോ മിത്താണെന്നും ഇപ്പം ഇതൊന്നും വില പോകില്ലെന്നും, അതിൻ്റെ വാക്കങ്ങ് മറന്നുപോയി. ഈ സത്യത്തിലേക്കുള്ള വഴി എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായെന്നും, വേറെ ഈ ഭജനയൊക്കെ വെറും നമ്മൾ ഈ ഭജന നടത്തുന്നതൊക്കെ
എന്തോ കോപ്പ്, അങ്ങനെ കുറച്ച് നല്ല കമൻസ്. അതിനെപ്പറ്റിയാണ് ഞാനിത് നല്ലൊരു പ്രഭാഷണം പോലെ എനിക്കെന്തായാലും മനസ്സിൽ തോന്നിയത് ഇട്ടിട്ടുണ്ട്. അത് എല്ലാ മക്കളും വായിക്കണം. പ്രാർത്ഥനയ്ക്ക് പകരം ഒരു പ്രഭാഷണം പോലെയാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താ, ഈ ഈ മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം മനസ്സിലാക്കി വിചാരിച്ചറിഞ്ഞ് തെളിഞ്ഞ്, അതേപ്പം ഇതെന്താന്നൊരു വിവരം അറിയാത്തവർക്ക് യഥാർത്ഥത്തെ മനസ്സിലുള്ളവർ ആരെങ്കിലും പറയൂ? എല്ലാവരെയും ഉൾക്കൊള്ളത്തല്ലേ ഉള്ളു. ഈ സത്യത്തിൻ്റെ വഴി നേരെ തിരിച്ച് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു യഥാർത്ഥ ജ്ഞാനി യഥാർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളും. മതത്തിന് പ്രത്യേകതയില്ല. എല്ലാ മതവും ഒന്നാന്ന് കണ്ട് എല്ലാ ജീവജാലങ്ങളെയും പരമാത്മാവിനെ സങ്കല്പിച്ച് എല്ലാവരും ഒന്നെന്ന് കാണുന്നതാണ് സത്യത്തെ കണ്ടറിയുന്നത്. ഇവിടെ എന്താ അദ്ദേഹം തന്ന കമൻസ്? ഇതൊന്നും ഇപ്പം ഈ 21 നൂറ്റാണ്ടിൻ്റെ പകുതിയിലൊന്നും ഇതൊന്നും ഇനി മുന്നോട്ട് പോകത്തില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി. ഈ സത്യത്തിൻ്റെ വഴി തിരിഞ്ഞ് തുടങ്ങി. ഈ സത്യത്തിലേക്കുള്ള വഴി തിരിഞ്ഞ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയോ? ആ സത്യത്തെ യഥാർത്ഥമായി അറിഞ്ഞെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ജനങ്ങളെയും ഒന്നായിട്ട് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യാതൊരു വിവരവും ഇല്ലാത്ത മൂഢാത്മാവെന്നേ പറയാൻ പറ്റൂ. വിവരം ഉണ്ടെങ്കിൽ പറയത്തില്ലല്ലോ. യഥാർത്ഥത്തെ മനസ്സിലാക്കുന്ന എന്താണ്? യഥാർത്ഥം സർവ്വതും ഈശ്വരനാണെന്ന് കണ്ട് അത് മനസ്സിലാക്കി വരുമ്പോഴാണ് സത്യം എന്താണെന്ന് വഴി അറിയുന്ന ലക്ഷ്യം. അതറിയാത്തതുള്ള കാലം ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എന്ത് പറയുന്നു? കാരണകാര്യങ്ങൾ തോന്നുന്നതൊക്കെയും കാരണാത്മാ പരബ്രഹ്മ ജ്യോതിർമയമാണ്. ഇതൊക്കെ ഇവിടെ എന്തെല്ലാം കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഈ തോന്നുന്നതും എല്ലാം ഇവിടെ എന്താ ഉള്ളത്? അത് പരമാത്മാവായ ഈശ്വരൻ്റെ ജ്യോതിർമയമാണ്. ഇങ്ങനെ വിചാരിച്ച് എന്ത് ചെയ്യുന്നു ജനങ്ങൾ, മഹാത്മാക്കൾ? ഇത്തം വിചാരിച്ചറിഞ്ഞ് ഇത് മനസ്സിലാക്കിയിട്ട് എന്തറിയുന്നു? തെളിയുന്നു. അങ്ങനെ തെളിഞ്ഞിട്ട് വിദ്വജ്ജനങ്ങൾ ആനന്ദ സ്വരൂപന്മാരാകുന്നു. ഈശ്വരനെ, പരമാത്മാവിനെ അറിഞ്ഞ് ഈശ്വരൻ എന്താണ്, ഈശ്വരൻ പരമാത്മാവ് സന്തോഷം, സ്നേഹം, ആനന്ദം, കൃപ, ദയ ഇതൊക്കെയാണെന്ന് അറിയും ഒരു ജ്ഞാനി. അതുകൊണ്ട് ആ ഭഗവാന്റെ ആനന്ദം ഒരു യഥാർത്ഥ ജ്ഞാനി തെളിഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് സത്യത്തിലേക്കുള്ള വഴി തെളിച്ചറിയുന്നത്. ഇത് സത്യം ഇന്ന് മതത്തെപ്പറ്റി ചിന്തിച്ച് മതം വലുതാക്കാൻ വേണ്ടി യാതൊരു വെളിവില്ലാതെ അന്ധത നിറഞ്ഞിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. നമുക്കതിന് തർക്കിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്നൊന്നും തർക്കിക്കുമ്പോൾ നാളെ അവർ ഇരട്ടി പറയും. പക്ഷേ ഞാൻ ഇന്ന് തർക്കിച്ചതല്ല, ഞാനത് മനസ്സിലാക്കാൻ, ഇതിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവത്തില്ല. കാരണം ചെവിയുള്ളവനല്ലേ കേൾക്കൂ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെവിയുള്ളവൻ കേൾക്കും, അത് മനസ്സിലാക്കും. എന്താ മനസ്സിലാക്കാൻ? യോഗം ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവത്തുള്ളൂ. ഇതിങ്ങനെയുള്ളവരൊക്കെ തർക്കിച്ചുകൊണ്ട് നടക്കുക. എൻ്റെ മതം ഉത്കൃഷ്ടം, നിൻ്റെ മതം ചീത്ത, ഇതിനു വേണ്ടി നടക്കുന്നവരാ. പക്ഷേ ഇതെനിക്കൊരു നല്ലൊരു ചാൻസ് കിട്ടി. എനിക്ക് കുറച്ച് മക്കളോട്, എൻ്റെ ഭക്തമക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സർവ്വമതവും ഒന്നാണ് മക്കളെ, ഏകമതം. അത് ഗുരുദേവൻ പറഞ്ഞത് ഇതെല്ലാം പഠിച്ചിട്ടാണ് ഗുരുദേവൻ പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമേ ഉള്ളൂ മനുഷ്യൻ നല്ല ആർക്കായാലും എല്ലാം ഈശ്വരനെ ഏകനാണ്. അത് ഏത് മതമായാലും മനുഷ്യൻ നന്നാവണം എന്നാണ് യഥാർത്ഥ പ്രവാചകന്മാരുടെ ആഗ്രഹം. എല്ലാ മനുഷ്യരും പരമാത്മാവിൻ്റെ സന്തതികളാണ്. എല്ലാവരും നന്നാവണം, ആരും നശിച്ചു പോകരുത്. അവൻ യഥാർത്ഥ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്. അതല്ലേ നല്ല വഴി, സത്യത്തിൻ്റെ വഴി. നല്ല വൃക്ഷത്തിൽ നല്ല ഫലം കായ്ക്കും. അപ്പം നന്മ ആര് പറഞ്ഞു തരുന്നു, അതാണ് ഫലം. അപ്പോൾ ആ ഫലം തരുന്ന വൃക്ഷം ചള്ളാണോ നല്ലതാണോ? കാഞ്ഞിരത്തിനകത്ത് നല്ല ഫലം വരത്തില്ല. അപ്പം നല്ല ഫലം, നല്ല ഉപദേശങ്ങളാണ് നല്ല ഫലം. ആ നല്ല ഫലം നമുക്ക് കിട്ടണമെങ്കിൽ വൃക്ഷം നല്ലതായിരിക്കും. അപ്പോൾ ഗുരുദേവനായാലും യേശു കർത്താവായാലും ഇങ്ങനെ തരുന്ന ഗുരുക്കന്മാരായാലും നന്മയാണെങ്കിൽ അവർ നല്ല വൃക്ഷവും നല്ല ഫലവും. കാഞ്ഞിരത്തിൽ എന്താ കായ്ക്കുക? കാഞ്ഞിരക്കുരു, കയ്പ്, വിഷമാണ്. അപ്പോൾ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടേ ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കി തെളിഞ്ഞു വിദ്വാൻമാർ, അറിഞ്ഞവർ, മഹാത്മാക്കൾ അവരെന്ത് ചെയ്യുന്നു? ആനന്ദ സ്വരൂപന്മാരാകുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്? ഇത് യഥാർത്ഥത്തിൽ ഇതിനെ തിരിച്ചറിഞ്ഞു വരുമ്പോൾ ആനന്ദ സ്വരൂപൻ ഒരു മഹാത്മാവാവുന്ന എങ്ങനെ? ആനന്ദം കൊണ്ട് നിറയുമ്പോഴാണ്. ഇതൊക്കെ യഥാർത്ഥം ഉള്ളിലാകുമ്പോൾ അദ്ദേഹം അത് അറിഞ്ഞ് ഉൾക്കൊള്ളുമ്പോഴാണ് അവിടെ ആനന്ദം ഉണ്ടാകുന്നത്. എന്താ ആനന്ദ സ്വരൂപൻ? ആരാ? ഈശ്വരൻ. ഒരു ആനന്ദ സ്വരൂപൻ്റെ യഥാർത്ഥം അറിയുന്ന ഒരു പൈതലും ഒരു ദൈവമക്കളും ആനന്ദ സ്വരൂപന്മാരാവുന്ന അങ്ങനെയാണ്. ആ പ്രവൃത്തി നന്മ കൊണ്ട് നിറയുമ്പോഴാണ്. ഹൃദയം മൊത്തവും നിറഞ്ഞു വരുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വായിൽ കൂടെ സംസാരിക്കുന്ന മൊത്തം നന്മ തന്നെയായിരിക്കും.
അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞിരിക്കുക. നന്മയാണ് കരുതി കരുതി കൂട്ടി കൂട്ടി ഹൃദയം നിറച്ച് വെച്ചേക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങുന്ന മൊത്തവും നന്മ തന്നെയായിരിക്കും. കാമക്രോധ ലോഭങ്ങളാകുന്ന അഴുക്ക് എല്ലാം വയറ്റിലിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിറച്ച് വെച്ചാൽ വായിന്ന് വരുന്ന മാത്രം കോപ്പെന്നായിരിക്കും. ഭജന കോപ്പ എന്ന് പറയും. എന്താ കാരണം? ഉള്ള മൊത്തം ദുഷിപ്പാണ്, അസൂയ, കുശുമ്പ്, അങ്ങനെ എൻ്റേതും നിൻ്റേതെന്നുള്ള മമത. എൻ്റെ ദൈവം വേറെ, നിൻ്റെ ദൈവം വേറെ, രണ്ട് ദൈവം പോലെ. അല്ലെങ്കിൽ നിൻ്റെ ദൈവം സാത്താനാ, എൻ്റെ ദൈവമാണ് സത്യം, സത്യത്തിൻ്റെ വഴി. ഇതൊക്കെ പറയുന്നത് അജ്ഞാനികളാണ്. അപ്പം എന്ത് വരുന്നു? ഇത് നിറഞ്ഞ് ഹൃദയം മൊത്തം നിറഞ്ഞിരിക്കുന്ന മൊത്തവും അഴുക്കാണ്, വിഷമാണ്. ഈ വിഷം കവിട്ടും. എങ്ങനെയായാലും ഹൃദയം നിറഞ്ഞ് കവിയുമ്പം കവിട്ടും. അത് നന്മയായാലും കവിട്ടും. നല്ല മഹാത്മാക്കളായാലും നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം കവിട്ടി വരും. അത് നന്മയാണ്. അതേസമയം കാഞ്ഞിരത്തിൽ നിന്ന് നിറഞ്ഞു വരുന്ന വിഷം കൊണ്ട് ഇതുപോലെ കോപ്പാന്ന് പറയും, ഭജന കോപ്പാന്ന് പറയും. ഇതൊന്നും ഈ കാലത്ത് വില പോവില്ല. ഇതൊക്കെയാണ് പറയുന്നത്. എന്താ കാരണം? രണ്ടും രണ്ട് വകുപ്പാണ്. അപ്പം നന്മയുള്ള വിദ്വജനങ്ങൾ ആനന്ദ സ്വരൂപന്മാരാവുന്നു. അത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് എന്താ ആകേണ്ടേ. ഏത് മതമോ ആയിക്കോ, മതം ഏതായാലും മനുഷ്യൻ ആനന്ദ സ്വരൂപനായിരിക്കണം. പിതാവായ ദൈവം ഏകനാണ്. ആ പിതാവ് ആനന്ദമാണ്. ആ ആനന്ദം നമ്മളെ ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മളും ആനന്ദമായിട്ട് അനുഭവിച്ച് സുഖം കണ്ടെത്തും. നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിട്ട് പരമാത്മാവ് ലയിച്ച് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. ഈശ്വരൻ്റെ അതേ ഛായ നമുക്കുണ്ടാവും. ഭഗവാൻ എന്താണ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്? ഇത് നമ്മളെല്ലാം ഇവിടെ ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിൽ വിത്ത് നമ്മളെ വിതച്ചേക്കുക. നമ്മളത് നന്നായി ഫലം കായ്ക്കണം. നന്മ കൊണ്ട് നിറഞ്ഞ് നല്ല വിത്ത്, നല്ല വിത്താണെങ്കിൽ എന്തുവരും? 100 മേനി വിളയും. നന്മ കൊണ്ട് നന്മ കൊയ്യും. നല്ല വിത്ത് വിതച്ചാൽ നല്ലതാ നമ്മൾ കൊയ്തെടുക്കുന്നത് വിത്ത്. അത് വേണ്ടാത്ത വിത്ത്, ഈ ദുഷിച്ച വിത്തുകളാണ് ഇവിടെ. അത് കളകളുണ്ട് ഇതിൻ്റെ കൂടെ. ഈ നല്ല വിത്ത് ഈശ്വരൻ വിതച്ചു, പക്ഷെ ഇടയ്ക്ക് കള കയറി. നമുക്ക് നിലത്തിൽ നല്ല വിത്ത് കൊണ്ട് ചേറി അത് കിളിച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളകൾ വരും. ഈ കളകളാണ് ഈ പിശാചുക്കളാകുന്ന ദുഷിച്ച സാത്താനെ പോലുള്ള അറിവില്ലാത്ത മൂഢന്മാരാണ് ഈ കളകൾ. പക്ഷേ കളകൾ ഈ വിത്തിനെ അങ്ങ് നശിപ്പിക്കും. കയറി മേലോട്ട് വരും. കളകൾക്ക് നല്ല ഊക്ക, അതിന് നെല്ലിനേക്കാളും വളർച്ച വരും. നെല്ലിൻ്റെ വളം മൊത്തം എടുത്തിട്ട് കള കയറി പിടിക്കും. പക്ഷേ കള പറിച്ച് കളയട്ടെ എന്ന് ചോദിച്ചാൽ ഭഗവാൻ എന്താ പറയുന്നേ? കർത്താവ്, ഇപ്പോൾ പറിച്ച് കളഞ്ഞാൽ നെല്ലും കൂടെ പറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഇത് കൊയ്യുമ്പോൾ കള മാറ്റിയിട്ട് ചുട്ട് കളയാം. അപ്പോൾ നല്ലതായ നെല്ലിനെ തിരിച്ച് മാറ്റിയിട്ട് കളകളെല്ലാം വാരി കൂട്ടി ചുട്ടുകളയും. ആ ചുട്ടുകളയും അവിടെ പല്ലുകടിയും നിലവിളിയും കരച്ചിലൊക്കെ ഉണ്ടാകും. എന്താ? ഈ കള്ളന്മാരായ കളകളെന്ന് പറഞ്ഞാൽ ദുഷിച്ച ചിന്തകളുള്ള അവരെല്ലാം നരകക്കുഴിയിലല്ലേ പോവുള്ളൂ. അവരാണ് കളകൾ. അത് കളകളെ അപ്പോഴേ മാറ്റാവൂ. ഇല്ലെങ്കിൽ കള പുഴുത് കളയുമ്പോൾ നല്ല വിത്തും കൂടെ അതിലൂടെ പറിച്ച് അതിനിടയ്ക്ക് കൂടെ പൊക്കളയും. അതുകൊണ്ട് ഇപ്പം കളകൾ അവിടെ നിൽക്കട്ടെ. കൊയ്ത്ത് വരുമ്പോൾ അത് അതിന് വിളവെടുക്കുമ്പോൾ കളകളെ നമുക്കെല്ലാം മാറ്റിയിട്ട് അവിടെ ചുട്ടുകരി ചാമ്പലാക്കാം. എന്താ പറയുക? എന്താ കാരണം? എപ്പോഴായാലും ഈ ദുഷിച്ച ചിന്തകളുള്ളവരെല്ലാം ഈ തീയിൽ, ഈ അഗ്നിക്കിരയാവും. അത്രമാത്രം ദുഷിപ്പാണിരിക്കുന്നത്. അത്രമാത്രം എന്താ പറയുക, എണ്ണയിലിട്ട് വറുക്കുകയോ തീയിലിട്ട് ചുടുകയൊക്കെ ചെയ്യും. അപ്പോൾ തരംതിരിച്ച് നന്മയേറിയ മഹാത്മാക്കളായ ദിവ്യാത്മാക്കളെല്ലാം എവിടെ പോകും? ആനന്ദ സ്വരൂപത്തിലേക്ക് ചേരും, പരമാത്മാവിലേക്ക് ചേരും. ഇതാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ അറിയാതെ, വായിച്ച് മനസ്സിലാക്കാതെ, അർത്ഥം അറിയാതെ എന്തോ മുക്കിലും മൂലിലും ഏതെങ്കിലും ഒരക്ഷരം പിടിച്ചിട്ടുണ്ടങ്ങ് തുടങ്ങും. ഏതെങ്കിലും ഒരക്ഷരം അവരുടെ ഉള്ളിലുള്ളു, അത് വെച്ചങ്ങ് തുടങ്ങും. ബാക്കി ഒന്നും അവരുടെ ഉള്ളിലില്ല. ഇപ്പോൾ പ്രവാചകന്മാരെ ഉൾക്കൊള്ളണമെന്ന് അവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഈ ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിൽപ്പെടും. അപ്പോൾ പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ ഒന്നൊന്നുമല്ല, ഒന്നിലധികത്തിനാ പ്രവാചകന്മാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവാചകനും എന്നേ പറയും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് എപ്പോഴെങ്കിലും ഇങ്ങനെ വേണ്ടാത്തത് പറയുമോ? നന്മയല്ലേ ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ ലോകത്ത് എത്ര പ്രവാചകന്മാരുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളുന്നതിന് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇതൊന്നും അറിയാണ്ട് കർത്താവിനെ താങ്ങി പിടിച്ചും കൊണ്ട് ഇപ്പോൾ ഗുരുദേവനെ എത്രമാത്രം അപമാനിക്കുന്ന ഈഴവർ. കാരണം എന്താ? ഗുരുദേവൻ ഈഴവർക്ക് മാത്രമുള്ളതല്ല, ലോക ഗുരുവാണ്. ആർക്കും വേണമെങ്കിലും എടുക്കാം. ആ ഉപദേശം ഗുരുവിൻ്റെ ഉപദേശമാണ്, അല്ല ഗുരുവിനല്ല. ആ ഗുരുവിലിരിക്കുന്ന ആ നന്മയെ എല്ലാവർക്കും പങ്കിട്ടെടുക്കാം. അപ്പം ആ ഗുരുവിനെ നിന്ദിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആദർശം നമ്മൾ എടുക്കാതെ നമുക്ക് തോന്നുന്ന രീതി ജീവിക്കുമ്പോൾ നമ്മൾ ഗുരുദേവനെ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുക. ഗുരുദേവൻ പറയുന്ന രീതി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഗുരുദേവന് സന്തോഷം.
എൻ്റെ ഭക്തന്മാർ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് അവർ ഈശ്വരങ്കിലേക്ക് അടുക്കും. ആ ഒരു ആനന്ദം ഗുരുവിനുണ്ടാവും. ഇതെന്താ ഗുരുവിന് എത്രമാത്രം സങ്കടമാ, അതുപോലെ തന്നെയാണ് കർത്താവിനും. ഈ പറയുന്ന കുറേ വ്യക്തികൾ ഇതുപോലെ കർത്താവിനെ ദുഷിപ്പിക്കുക. കർത്താവ് യേശു തമ്പുരാൻ പറഞ്ഞതൊന്നും അല്ല അവർ പ്രവൃത്തിയിലെടുക്കുന്നത്. പ്രവാചകന്മാരെന്ന് പറയാൻ അതൊന്നും അവിടെ ഉള്ളിൽ കയറത്തില്ല. കർത്താവ് മാത്രമേ ഉള്ളെന്നാ പറയുന്നത്. എന്ത് ചെയ്യാനാ, ആരോട് പറയാനാ? വിവരം എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് വയ്ക്കുമെങ്കിൽ 10, 30, 100 ജന്മം ജനിച്ചു വരുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അല്ല നമ്മളിപ്പോൾ എന്ത് പറയാനാ? അതുകൊണ്ട് ഇവിടെ വിദ്വജ്ജനങ്ങൾ ആനന്ദം കൊണ്ട് നിറഞ്ഞ് ആനന്ദ സ്വരൂപന്മാരായി സാധുക്കളായ അവർ ജീവ പരമാത്മ ഭേദബോധ സ്വരൂപാത്മ ഐക്യമുക്തരാകുന്നു. എന്താണ് ഐക്യം? ഈശ്വരനോട് ചേരുക, ഐക്യം പ്രാപിക്കുക. എങ്ങനെ കിട്ടും? വിദ്വജ്ജനങ്ങൾ ആനന്ദം കൊണ്ട് അനുഭവിക്കും. നല്ല നല്ല പ്രവൃത്തികളും സൽക്കർമ്മങ്ങളും നന്മകളും ഈശ്വരാരാധനയും ഭഗവാനുള്ള ലയം വരുമ്പോൾ ആനന്ദം അനുഭവിച്ചിട്ട് അങ്ങനെയുള്ള സാധുക്കൾ എന്നാണ് ഭക്തന്മാർ. അങ്ങനെയുള്ള ഭക്തന്മാർ ഭേദബോധം പരമാത്മാവായിട്ട് ഐക്യം, നമ്മുടെ ഉള്ളിൽ തന്നെ ജീവാത്മാവും പരമാത്മാവോട് ചേരും. ഐക്യമുക്തരാകും. എങ്ങനെ മുക്തനാവും? ഈ ലോകത്തിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ വിഷയങ്ങളിൽ നിന്നും മുക്തനാവും. പിന്നെ ഈ ലോകമായിട്ട് യാതൊരു ഒരു ആഗ്രഹങ്ങളോ ഒന്നും തന്നെ, വികാരങ്ങളെല്ലാം അടങ്ങും, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കും, മനസ്സും അടക്കും. അങ്ങനെ മുക്തനായി മാറും. അങ്ങനെ മുക്തനാവും. അല്ലാതെ എങ്ങനെ മുക്തനാവും? ഭജന നടത്തുന്നത് ഭജന കോപ്പാന്ന് പറയുന്നവർക്ക് എങ്ങനെ മുക്തനാവാൻ പറ്റും? സത്യത്തിൻ്റെ വഴിയാണല്ലോ അദ്ദേഹം പറയുന്നത്. സത്യത്തിൻ്റെ വഴിയെ തിരിഞ്ഞു തുടങ്ങി. ഇതാണോ സത്യത്തിൻ്റെ വഴി? കോപ്പാണോ? ഇവിടെ മുക്തരാവണമെങ്കിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്, കുറച്ച് ത്യജിക്കാനുണ്ട്. എല്ലാം ത്യജിക്കണം ഉള്ളിൽ നിന്ന്. അങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയിട്ടേ അവിടേക്ക് ചെല്ലാൻ പറ്റും. അല്ലാതെ സ്വർഗം രക്ഷ നേടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല. ഏത് മനുഷ്യർക്കും ഗുരുക്കന്മാർ നന്നായി പറഞ്ഞു കൊടുക്കും. പക്ഷെ ചെയ്യേണ്ട പ്രവൃത്തി നമ്മളാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ആകണം. അല്ലാതെ ഇപ്പോൾ ഗുരുവിനെ കൊണ്ട് പറ്റുമോ? ഗുരുദേവനെ കൊണ്ടോ യേശു കർത്താവിനെ കൊണ്ടോ ബുദ്ധനെ കൊണ്ടോ കൃഷ്ണനെ കൊണ്ടോ ശ്രീരാമനെ കൊണ്ടോ നടക്കുമോ? നിങ്ങളങ്ങ് കൈ പിടിച്ച് ചെയ്യിച്ച് എടുക്കുമോ? വേണ്ടുന്നവർ വേണമെങ്കിൽ ചെയ്തോണം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത് ചുട്ട് കരിക്കും. കളകളെല്ലാം കൂടെ പറിച്ച് കരിക്കുമ്പോൾ അത് കിടന്ന് ചാമ്പലമോ അയ്യോ എന്ന് പറയും. പല്ലുകടി ഞെരുക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ബൈബിളിൽ. അപ്പോൾ കാണാം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സ്വഭാവം. അതുകൊണ്ട് സാധുക്കളായവർ പരമാത്മ ഭേദബോധ സ്വരൂപ ആത്മൈക്യ മുക്തരായി മേവുന്ന യോഗികളാൽ അറിയപ്പെട്ട അങ്ങനെ ഉള്ളവരാണ് യോഗികൾ. നമുക്ക് കണ്ടു വായിക്കാൻ കുറച്ചും കൂടെ ഉണ്ട് മക്കളെ. ഇതൊന്നുകൂടെ മനസ്സിലാക്കി തന്നതാ. അങ്ങനെ ഉള്ളവരാണ് യോഗികൾ. അങ്ങനെയുള്ള യോഗികളാൽ അറിയപ്പെട്ട കേവലനാന്തവ പാദം നമാമ്യഹം. ഈ യോഗികൾക്ക് മാത്രമേ യഥാർത്ഥമായി ഭഗവാനെ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള യോഗികളാൽ അറിയപ്പെട്ട ആരെ? ഈശ്വരനെ, പരമാത്മാവിനെ. അവർക്ക് മാത്രം യഥാർത്ഥം അറിയാം ഭഗവാൻ എന്താ എന്നുള്ളത്. നമ്മൾ ഞാൻ അഹം എന്ന് വെച്ചാൽ ഞാൻ ആരാണെന്നും ഈശ്വരൻ എന്താണെന്നും ആനന്ദം എന്താ അനുഭവിക്കുന്നതൊക്കെ യോഗികൾ അറിയുന്നു. അങ്ങനെയുള്ള യോഗികളാൽ അറിയപ്പെട്ട കേവലനാൻ തവ. അങ്ങനെ യോഗികളാൽ അറിയപ്പെട്ട ഭഗവാന്റെ പാദം അക്രൂരൻ നമിക്കുന്നു. നമാമ്യഹം. ഇനി നമുക്ക് കണ്ടു വായിക്കാം. അങ്ങനെ അക്രൂരൻ ഇങ്ങനെല്ലാം ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ യഥാർത്ഥത്തിൽ ആരാ അറിയുന്നത്? യോഗികൾ. അല്ലാത്തവരെ എന്ത് ചെയ്യാനാണ്? ഇപ്പം ഈ പറഞ്ഞതുപോലെ അല്ലാത്തവരൊന്നും അറിയത്തില്ല. ഈശ്വരൻ എന്താണെന്നൊന്നും അറിയത്തില്ല. യോഗികൾ മാത്രമേ ഭഗവാനെ യഥാർത്ഥമായി പാദം, അങ്ങനെയുള്ള ഭഗവാനെ അറിയുന്നു യോഗികൾ. അങ്ങനെയുള്ള ഭഗവാന്റെ പാദം നമാമ്യഹം. അജ്ഞാനനാശകരായ നമോ നമ, വിജ്ഞാനമാത്രായ തുഭ്യം നമോ നമ, ബ്രഹ്മസ്വരൂപായ കൃഷ്ണായ തേ നമോ, നിർമ്മലാത്മസ്വരൂപായ നമോ നമ, സർവഭൂതക്ഷയായ ഹൃഷീകേശായ സർവപുരുഷേശ്വര പ്രധാനായ തേ, സച്ചിദാനന്ദായ നിത്യായ തേ നമ, നിശ്ചലാനന്ദായ ശക്തായ തേ നമ. മായാവിമോഹം അകലെ കളഞ്ഞ് എന്നെ മായാപതേ പരിപാലിക്ക വേണമേ. ഇനി ഈ മായാവിമോഹം, ഈ മായയിൽ, ഭഗവാന്റെ മായയിൽ എന്നെ ഭ്രമിപ്പിക്കാതെ അകലെ കളയണമേ. എനിക്ക് ഇതിനൊത്തൊന്നും എന്നെ ഇനി അതിലൊന്നും ചേർത്ത് വയ്ക്കല്ലേ, അതിനെനിക്ക് ഇടതരല്ലേ. എനിക്കിനി മായാമോഹങ്ങൾ ഉണ്ടാവരുതേ. അതുകൊണ്ട് അങ്ങനെ എന്നെ പരിപാലിക്കണമേ. മായാപതേ, മായയുടെ ഭർത്താവേ, മായാഭഗവതിയുടെ ഭർത്താവായ ഭഗവാനെ, പരമാത്മായ എന്നെ അങ്ങനെ പാലിക്കണമേ, ഈ മായയിൽ അകപ്പെടാതെ.
യുദ്ധം അക്രൂരൻ സ്തുതിച്ചു നിൽക്കും വിധു തത്ര മറഞ്ഞിതു വൈഷ്ണവരൂപവും. അങ്ങനെ നദിയിൽ കാളിന്തി നദിയിൽ മുങ്ങിയപ്പോൾ ഭഗവാന്റെ വിഷ്ണുരൂപം നന്നായി കണ്ട് എല്ലാം പ്രാർത്ഥിച്ചു. ഇത്രയെല്ലാം കഴിഞ്ഞപ്പോൾ തത്ര മറഞ്ഞു, വൈഷ്ണവരൂപം മറഞ്ഞു. അക്രൂരൻ ഒന്ന് പരിഭ്രമിച്ച് അന്നേരം പെട്ടെന്ന് മറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു ഭ്രമം ഉണ്ടാവുമല്ലോ, പരിഭ്രമിച്ച് നിഷ്ക്രമിച്ച് അമ്പസി പൊങ്ങി നോക്കിയിടിനാൻ. പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പൊങ്ങി നോക്കി. അമ്പസി വെള്ളത്തിൽ നിന്ന് മുകളിൽ കാണാൻ കൃഷ്ണൻ രഥത്തിലുണ്ടോയെന്നറിയാൻ. കണ്ടിതു തേരതിൽ കൃഷ്ണനെ, പിന്നെ അങ്ങ് ഇണ്ടലൊഴിച്ചു സന്ധ്യാവന്ദനം ചെയ്തു. രാമകൃഷ്ണന്മാരിയ്ക്കുന്ന സന്നിധവും ആമോദമോട് ചെല്ലുന്നൊരക്രൂരനോടാമയനാശന. കൃഷ്ണനും ചോദിച്ചു. ആമയനാശനം, വിഷമങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഭഗവാൻ ചോദിക്കുന്നു. കാരണം ഭഗവാൻ നോക്കിയപ്പോൾ ഇതെല്ലാം ഭഗവാന് മനസ്സിലായി, ഭഗവാന്റെ ലീലകളാണല്ലോ ഇതെല്ലാം കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം കണ്ട് കൃഷ്ണനെ നോക്കി തേരതിൽ ചെന്ന് കൃഷ്ണനെ പിന്നെ ഇണ്ടലെല്ലാം ഒഴിച്ച് സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് ഭഗവാന്റെ അടുക്കലേക്ക് ചെന്നു സന്നിധവും. അപ്പോൾ ആമോദമോട് സന്തോഷത്തോട് ചെന്ന അക്രൂരനോട് ഭഗവാൻ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നേ? താമസഹീന, എന്താ താമസഹീന? നമ്മൾ ഇങ്ങനെ ആകണം. ഇരുട്ട് മാറുന്ന ഹീന ഇല്ലാത്ത താമസ്, ഇരുട്ട് മാറിയവർക്ക് മാത്രമേ ഭഗവാന്റെ രൂപം കാണാൻ പറ്റൂ. താമസഹീന, പ്രകാശമുള്ളവനെ. തമസ് ഇല്ലാത്തവനെ, അത് ഹീനം ഇല്ല. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? താമസഹീനൻ, പ്രകാശമുള്ളവനെ. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഭഗവാനെ കണ്ടത്. നമുക്കത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഭജന എന്തിനാ? നമ്മുടെ ഹൃദയമെടുപ്പിനാ, നമ്മുടെ ഹൃദയം ശുദ്ധമാവാനാ. നന്നായി ആരാധിച്ച് ഭക്തി വർദ്ധിച്ച് ഹൃദയത്തിലെ അഴുക്കളെല്ലാം മാറ്റി ശുദ്ധമായൊരു മനസ്സാകുമ്പോൾ നമുക്കും ഇങ്ങനെ ഭഗവാനെ കാണാൻ പറ്റും. അല്ലാതെ ഭജന നടത്തുന്നത് ഇങ്ങനെ പിന്നെ ഇപ്പോഴത്തെ എന്തൊക്കെയാണെന്നൊക്കെ അതൊക്കെ അജ്ഞാനികളല്ലേ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നവർക്ക് ഒരിക്കലെങ്കിലും ഈ ജന്മോ 10 ജന്മം ജനിച്ചാലും കിട്ടൂ. ഈശ്വരനെ ആക്ഷേപിക്കുകയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, ഭക്തന്മാരോട് ഇതിങ്ങനെ പറയുന്നത്. യഥാർത്ഥ ഒരു ഭക്തനോട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ, പരിശുദ്ധാത്മാവിനെ നേരെ ഇങ്ങനെ പറഞ്ഞാൽ അത് ഈശ്വരൻ ക്ഷമിക്കത്തില്ല എന്നാണ് ബൈബിൾ കിടക്കുന്നത്. അറിവുണ്ടെങ്കിൽ പറയൂ, ഇങ്ങനെ ആക്ഷേപിക്കൂ. അപ്പം എന്താ? അജ്ഞാനി, മൂഢൻ, അറിവില്ല. അതുകൊണ്ട് താമസഹീന ഗുണാമുധേ ചൊല്ലുക. ഗുണാമുധേ, സമുദ്രം പോലെ ഗുണമുള്ള അക്രൂര, പ്രകാശമുള്ളവനെ പറയൂ. എന്തൊരാശ്ചര്യം ഉണ്ടായതിപ്പോൾ നിനക്ക് അന്തരംഗത്തിൽ ഒന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ അതാ ഭഗവാനെ കണ്ട ആ ഒരു ലക്ഷണം വന്ന അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് പ്രസാദിച്ച് തിളങ്ങിക്കൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഭഗവാനെ കണ്ട ഒരു ആനന്ദത്തിലാ കൃഷ്ണൻ്റെ അടുക്കലോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, താമസഹീന ഗുണാമുധേ ചൊല്ലുക. എന്തൊരാശ്ചര്യം ഉണ്ടായതിപ്പോൾ നിനക്ക് അന്തരംഗത്തിൽ ഒന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ടല്ലോ, നിനക്ക് എന്തോ ഒരു ആശ്ചര്യം കണ്ടിട്ട് തോന്നുന്നല്ലോ. എന്തെന്നും ഏതൊരു ദിക്കിലെന്നുള്ളതും ചെന്താമരാക്ഷൻ്റെ വാക്കു കേട്ട് അക്രൂരൻ. അപ്പോൾ അന്തരംഗത്തിലുണ്ട് എന്തോ ഒന്ന് ഉണ്ട്, കിട്ടി എന്ന് ഭഗവാൻ അറിയാമല്ലോ. അപ്പോൾ എന്തൊരാശ്ചര്യം ഉണ്ടായത് ഇപ്പോൾ നിനക്ക് അന്തരംഗത്തിൽ നിന്റെ ഉള്ളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തെന്നും ഏതൊരു ദിക്കിലെന്നുള്ളതും ചെന്താമരാക്ഷൻ്റെ വാക്ക് കേട്ട് അക്രൂരൻ ചൊല്ലിനാൻ. അത്ഭുതം നിന്നുടെ ലീലകൾ. അക്രൂരന് മനസ്സിലായി, നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഇരുന്നിരുന്ന് ഒരു സ്വന്തക്കാരോ ബന്ധക്കാരോ വീട്ടിൽ ചെന്നാൽ നമുക്ക് എന്തെല്ലാം തന്ന് സൽക്കരിക്കും. ഭഗവാനെടുക്കെ അക്രൂരൻ ഒരു ഭക്തനല്ലേ. ചെന്നപ്പോൾ ഭഗവാൻ ആ ജലത്തിൽ മുങ്ങിയപ്പോൾ എന്താ കൊടുത്തേ? ഭഗവാനെ യഥാർത്ഥമായ വൈഷ്ണവരൂപം കാണിച്ചു കൊടുത്തു. അതിപ്പരമിന് എന്താ വേണ്ടേ? എന്തൊരു സൽക്കാരമാണ് അത്. അപ്പോൾ എന്താ കാരണം? അക്രൂരൻ്റെ മനസ്സ് അങ്ങനത്തെയാണ്, ഹൃദയം അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അത്ഭുതം നിന്നുടെ ലീലകൾ ഭഗവാനോട് പറയുന്നു. അക്രൂരൻ പറയുന്നു, നിന്നുടെ ലീലകൾ പറയുന്നു. എന്തൊരു അത്ഭുതമാ നിൻ്റെ ലീലകൾ. അത് ആ ഒരു ആനന്ദത്തിലാ രഥത്തിൻ്റെ അടുക്കലായിട്ട് ഇദ്ദേഹം നദിയിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ. അല്ലാതെ മറ്റൊന്നും കണ്ടില്ല ഞാൻ. ഭഗവാന്റെ നിൻ്റെ അത്ഭുതം, നിന്നുടെ അത്ഭുതം അല്ലാതെ, ആ ലീലകളല്ലാതെ, ഭഗവാന്റെ ലീലയാ ഇതൊക്കെ. ഭഗവാനും വിചാരിച്ചാൽ ഭഗവാൻ ഒന്നും അസാധ്യമല്ല. നമുക്ക് നമ്മുടെ പ്രത്യക്ഷമായിട്ട് കാണിക്കാൻ ഭഗവാൻ ഒരു തടസ്സവും വരുന്നില്ല. ഒരു ഭക്തനായ മാത്രം മതി, അക്രൂരനെ പോലെ.
അവൾ നിന്നുടെ അത്ഭുതം നിന്നുടെ ലീലകളാണ്, അല്ലാതെ മറ്റെന്താ ഉള്ളത്? ഇതൊക്കെ നിന്നുടെ ലീലകൾ, മറ്റൊന്നും ഞാനിവിടെ കണ്ടില്ല. എല്ലാം ആ കൃഷ്ണൻ്റെ ലീലയാണ് ഇവിടെ കണ്ടത്. ശാശ്വതമൂർത്തേ ഭവാനുടെ ലീലകൾ ആശ്ചര്യമായി വരും ലോകർക്ക് കാണുകിൽ. ഇത് ലോകർ കണ്ടാൽ ആശ്ചര്യമാണ് ഭഗവാനെ അങ്ങയുടെ ലീലകൾ. ഏവം പറഞ്ഞു മോദേന മഹാരഥം ദേവേശ ഭക്തൻ അക്രൂരൻ നടത്തിനാൻ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് രഥത്തിൽ കയറി മുമ്പോട്ട് പോയി, രഥം തെളിച്ച് പോയി. അങ്ങനെ പോയ വഴിക്ക് മാർഗമധ്യേ വന്നു രാമ കൃഷ്ണന്മാരെ ആഗ്രഹം പൂണ്ട് കണ്ടോരു ജനമെല്ലാം. പോകുന്ന വഴിക്ക് രഥത്തിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്കുള്ള ജനങ്ങൾ മാർഗമധ്യേ പോകുന്ന വഴിമധ്യത്തിൽ ഭഗവാനെയും കൃഷ്ണനെയും, അതായത് രാമനെയും കൃഷ്ണനെയും കാണാൻ ജനങ്ങളെല്ലാം വന്ന് കണ്ട് പോകുന്ന വഴിക്കുള്ളവരെല്ലാം നോക്കി കാണുന്നു. മാധവൻ തൻ മുഖപങ്കജം കണ്ടവർ ആദരവോട് ഇളകാതെ നിന്നിടിനാർ. നിശ്ചലമായിട്ട് ഭഗവാനെ ഭഗവാനെ മുഖം കണ്ട എന്താ പറയാ, എന്തൊരു തേജസ്സും. ഭഗവാനെ കണ്ട ആരും അനങ്ങാതെ നിന്നു പോകും, കണ്ടങ്ങ് നിന്നു പോകും. ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ല, എന്ത് അഴകാ. നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ അതിനെ കണ്ടിട്ട് അതിൻ്റെ കളിയും ചിരിയൊക്കെ കണ്ട് നമ്മൾ അനങ്ങാതെ നിൽക്കുന്നത് പോലെ, അതെന്നൊരു ഉദാഹരണം. അതുപോലെ ഭഗവാനെ പോകുന്ന വഴിക്ക് കണ്ട ജനങ്ങളെല്ലാം നിശ്ചലമായി നിൽക്കുന്നു. എന്താ കാരണം ഭഗവാനെ കണ്ടപ്പം എല്ലാം മതിമറന്ന് പിന്നെ അവരുടെ ദേഹത്തെ പോലും മറന്നങ്ങ് നിൽക്കുക നിശ്ചലമായി. മാധവൻ തൻ മുഖപങ്കജം കണ്ടവർ ആദരവോട് ഇളകാതെ നിന്നിടിനാർ. അനങ്ങാതെ നിന്നുപോയി നിശ്ചലരായിട്ട്. രാമകൃഷ്ണന്മാർ ഓരോരോ ദിക്കുകൾ ആമോദമോട് നോക്കിക്കൊണ്ട് അപരാഹ്നേ എന്നത് ഉച്ച സമയത്ത് അപരാഹ്നേ ശോഭിതമായ മധുരാപുരിക്ക് അഗ്രേ ശോഭിച്ചിരിക്കും ഉപവനം പ്രാപിച്ചു. അങ്ങനെ അവർ പോയി സന്തോഷത്തോടെ എല്ലാ ദിക്കുകളിലും അവർ ആദ്യമായിട്ടല്ലേ പോകുന്നത് അങ്ങോട്ട് മധുരയിലേക്ക്. അപ്പോൾ അവർ ഭഗവാനും ഇങ്ങനെ പോകുന്ന വഴി എല്ലായിടും ഉച്ച സമയം അപരാഹ്നം ഉച്ച സമയത്ത് എല്ലായിടവും കണ്ട് അവർ ശോഭിതമായ നല്ല സൗന്ദര്യം, നല്ല എന്താ പറയുക, മധുരാപുരിയെ കണ്ട അത്ര ശോഭമാണ്. അതിനെന്താ പറയുന്നത്, അത്രമാത്രം സൗന്ദര്യമുള്ള ആ മധുരയാണ്. അവിടെ അഗ്രേ അതിനറ്റത്തുവരെ ചെന്നപ്പോൾ ശോഭിച്ചിരിക്കും ഉപവനം പ്രാപിച്ചു. നല്ല ശോഭയായ ഉപവനത്തിലേക്ക് അവിടെ വരെ ചെന്നു. അപ്പോൾ മുന്നമേ ചെന്നിതു നന്ദാദി ഗോപാലർ. ഭഗവാന്റെ പിതാവൊക്കെ നേരത്തെ അങ്ങ് പോയി. രഥത്തിനകത്താണ് കൃഷ്ണനും രാമനും പോണത്, മറ്റൊരു അല്ലാതെ എങ്ങനെയോ അങ്ങ് പോയി. കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് രഥം കൊടുത്തു വിട്ടത്. അതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും പിന്നെ അക്രൂരനും കൊണ്ടുപോയി. അവരൊക്കെ അല്ലാതെ പോയി. ഇവർ ചെല്ലുന്നതിന് മുമ്പേ നന്ദാദി ഗോപാലന്മാരെല്ലാം നേരത്തെ അങ്ങ് ചെന്നു. അതാണ് മുന്നമേ നേരത്തെ തന്നെ അവിടെ ചെന്നതു നന്ദാദി ഗോപാലർ. കുട്ടികളും നന്ദഗോപരൊക്കെ നേരത്തെ അങ്ങ് ചെന്നു. എന്നിട്ട് അവർ ചിന്തിക്കുക, വന്നീല കൃഷ്ണനെന്ന് ഓർത്തിരിക്കും നേരം നന്ദഗോപര് ഇന്ന് കൃഷ്ണനെ വന്നില്ലല്ലേ എന്ന് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ചെന്നു മുകുന്ദനും രാമനും ഒന്നിച്ച്. അപ്പോഴത്തേക്ക് അങ്ങനെ വിചാരിച്ചത് തന്നെ ഇവർ ചെന്നപ്പോൾ വന്ദിച്ചു നന്ദഗോപൻ പദപങ്കജേ. നന്ദനും ഏറ്റവും ആശീർവാദം ചെയ്തു. അങ്ങനെ ചെന്ന് നന്ദഗോപുരം ചെന്ന് അവർ വന്ദിച്ചു. ചെന്നപ്പം അച്ഛനൊക്കെ നേരത്തെ അങ്ങ് ചെന്നല്ലോ. ഇവർ ചെന്നപ്പോൾ അവരെ കണ്ട് വന്ദിച്ചിട്ട് പങ്കജ് പാദത്തിൽ തൊട്ട് വണങ്ങിയിട്ട് നന്ദനും ഏറ്റവും ആശീർവാദവും ചെയ്ത് ഇവരോട് ഇങ്ങോട്ട് നന്നായി ആശീർവാദമൊക്കെ കൊടുത്ത് നന്ദനന്മാരെ ആശ്ലേഷിച്ചത്. അന്നേരം കേശവൻ അക്രൂരനോട് അരുളി ചെയ്തത് അങ്ങ് ആശു ഗമിക്കുക മുമ്പേ കംസ സന്നിധവും. അങ്ങനെ നന്ദനന്മാരെയൊക്കെ ആശ്ലേഷമൊക്കെ ചെയ്തിട്ട് ഭഗവാൻ കൃഷ്ണൻ കേശവൻ എന്താ പറഞ്ഞ അക്രൂരനോട് പറയുന്നത്, ആശു ഗമിക്ക മുമ്പേ കംസസന്നിധ്. ഈ കംസനല്ലേ ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിട്ടത് ഈ ഭഗവാനെ കൊണ്ട് ചെല്ലാൻ. അതുകൊണ്ട് ഇവിടെ ചെന്നെന്ന് അറിയിക്കാനും എല്ലാം കൊണ്ടും അക്രൂരനോട് പറഞ്ഞു കംസനടുക്കലേക്ക് ചെന്നോളാൻ. ആശു ഗമിക്കാൻ മുമ്പേ തന്നെ പൊയ്ക്കൊള്ളൂ, കംസ സന്നിധോ കംസനടുക്കലേക്ക് പൊയ്ക്കൊള്ളൂ. കംസൻ്റെ സേവകനല്ലേ, അവൾ അക്രൂരനോട് പറഞ്ഞു പൊയ്ക്കൊള്ളാൻ. വൃത്താന്തമെല്ലാം അറിയിച്ചു നിൻ ഗൃഹം അത്തലന്നെ പുക്കുവാണിടകങ്ങളും. അതായത് ഈ ഇവിടുത്തെ വന്ന വൃത്താന്തങ്ങളൊക്കെ ചെന്ന് അറിയിച്ചിട്ട് കംസനെ അറിയിച്ചിട്ട് നിന്റെ ഗൃഹത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. സൂര്യോദയെ മധുരയ്ക്കകം പൂകിയിടും കാര്യങ്ങൾ പിന്നീട് കാലവശം പോലെ വന്നിടും. സൂര്യൻ അതായത് നേരം വെളുത്ത് ഉദയമാകുമ്പോൾ മധുരയ്ക്കകം ഇവർ ചെല്ലും, പൂകിയിടും. കാര്യങ്ങൾ അപ്പം പിറ്റേന്താ കാര്യങ്ങൾക്ക് പിന്നീട് കാലവശം പോലെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ സംഭവിക്കട്ടെ. ഇപ്പം അക്രൂരൻ അവിടേക്ക് പൊയ്ക്കൊള്ളൂ. നേരം വെളുത്ത് ഉദയമാകുമ്പോൾ സൂര്യ ഉദിക്കുമ്പോൾ ഞങ്ങൾ അവിടേക്ക് വന്നിരിക്കും, മധുരയ്ക്കകത്ത് വരും. അപ്പോഴത്തെ കാര്യം അപ്പോഴെന്താ വെച്ചാൽ അതുപോലെയൊക്കെ വരട്ടെ.
എന്നത് കേട്ടൊരക്രൂരനും ഖിന്നതയോട് ചൊന്നാൻ എൻ ഗൃഹത്തിങ്കൽ ഇന്നു നീങ്ങി വന്നിടുക മാധവ. അദ്ദേഹത്തിന് വിഷമം, ഭഗവാനെ കൂടെ പിന്നെ ഈ അക്രൂരൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാനായിട്ട് വിഷമിച്ചിട്ട് പറഞ്ഞ് ഇത്രയെല്ലാം പറഞ്ഞ് കംസൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളൂ, ഞങ്ങൾ നേരം ഉദിക്കുമ്പോൾ അവിടേക്ക് വന്നിരിക്കും, പിന്നത്തെ കാര്യമൊക്കെ പിന്നെയാകട്ടെ. അപ്പോൾ ഈ അക്രൂരന് വിഷമം വന്ന് ഖിന്നതയോട് പറയുന്നു, എൻ്റെ ഗൃഹത്തിൽ ഇന്ന് നീങ്ങി വരൂ മാധവ. അത്ര സന്തോഷം. പക്ഷേ അങ്ങനെ പോകത്തില്ലല്ലോ. ഒരു കാര്യത്തിന് ചെന്നാൽ ആ കാര്യം നിറവേറ്റുന്നതല്ലേ യഥാർത്ഥ ജ്ഞാനം. നിന്നുടെ പാദാംബുജ സ്പർശനാൽ മമ മന്ദിരം ശുദ്ധമാക്കണം ദയാനിധി. ഭഗവാൻ കൃഷ്ണൻ അക്രൂരൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട്, ഭഗവാന്റെ പാദം എവിടെ സ്പർശിക്കുന്നു അവിടെ മന്ദിരങ്ങളാൽ എവിടെ ശുദ്ധമാവും. അതുകൊണ്ട് എൻ്റെ ഭവനം, എൻ്റെ മന്ദിരം ശുദ്ധമാക്കണം. മന്ദിരം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയ മന്ദിരമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭവനമായാലും എല്ലാം നമ്മുടെ ദേഹവും മന്ദിരമാണ്. അതുപോലെ എല്ലാം ശുദ്ധമാക്കണം. അതുകൊണ്ട് ഭഗവാനെ ദയാനിധേ, അതുകൊണ്ട് അവിടേക്ക് വരൂ. തൊൽപാദ തീർത്ഥം എൻ മൂർധനി ഏൽപ്പതിന് ഉൽപ്പലാക്ഷ നീ അനുഗ്രഹിക്കണമേ. ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥം ഇദ്ദേഹത്തിന് ശിരസിൽ മൂർധനി ഏൽപ്പതിന്, ശിരസിലിങ്ങനെ തീർത്ഥം ശിരസിൽ കൊള്ളുമല്ലോ, ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥം ജലം അത് മൂർധനിയിൽ ഇങ്ങനെ ഏൽപ്പാൻ ഉൽപ്പലാക്ഷ അതിന് നീ അനുഗ്രഹിക്കണം. എൻ്റെ ഭവനത്തിൽ വരുമ്പോൾ ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥമൊക്കെ അതൊരു പുണ്യമല്ലേ. അതുകൊണ്ട് ഇതിനൊക്കെ അദ്ദേഹം അങ്ങനെ വരാൻ അനുഗ്രഹിക്കണമേ. കാമാരി നിൻ പാദതീർത്ഥം ശിരസിംഗ, അതായത് കാമാരി കാമൻ്റെ ശത്രു, ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാൻ തൃക്കണ്ണുകൊണ്ട് കാമങ്ങളെ നശിപ്പിക്കും. കാമദേവനെ ഭസ്മമാക്കിയ ശിവൻ. അങ്ങനെയുള്ള ഭഗവാൻ ശിവൻ നിത്യവും എന്ത് ധരിക്കുന്നു? ഭഗവാന്റെ പാദതീർത്ഥം, ഭഗവാൻ നാരായണൻ്റെ പാദം കഴിയ തീർത്ഥം ഈ കാമതനായ പരമശിവൻ ശിരസെങ്കിൽ വഹിക്കുന്നു. നിത്യനാം നിൻ പാദപൂജ നിമിത്തമായി ദൈത്യൻ ബലി നിത്യസൗഖ്യം ലഭിച്ചതു. ഭഗവാന്റെ പാദപൂജ നിമിത്തം കൊണ്ട് ദൈത്യനായ ബലി, ഏത് ബലിയാ? ഓണത്തിൻ്റെ മഹാബലി നിത്യസൗഖ്യം ലഭിച്ചതു. അങ്ങനെയുള്ള ഭവൽ കൃപ കൊണ്ട് എന്നെ മംഗലം തന്നു പാലിക്കുക ദയാബുധേ. അങ്ങനെയുള്ള ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്കും മംഗളം തന്ന് എന്നെ പാലിക്കണമേ ഭഗവാനെ ദയാബുധേ. എന്നുടെ ഗേഹേ ഭവാൻ വന്നുവെങ്കിലോ വന്നിടുമേ ജന്മസാഫല്യവും ധ്രുവം. എന്നുടെ ഭവനത്തിൽ ഭഗവാൻ വന്നാൽ എന്തുവരും? എനിക്ക് ജന്മസാഫല്യം ധ്രുവം, നിശ്ചയമായിട്ടും എനിക്ക് ധ്രുവം, എനിക്ക് അത് സാധിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായിട്ട് എനിക്ക് ജന്മസാഫല്യം കിട്ടും. പാപങ്ങൾ പോയുടൻ മൽക്കുലം ശുദ്ധമായി, എൻ്റെ പാപങ്ങൾ നശിച്ച് എൻ്റെ കുലം ശുദ്ധമാവുകയും ചെയ്യും. താപസദേവപിതൃ ശുദ്ധിയും വരും, എൻ്റെ ദേവപിതൃക്കളുടെ ശുദ്ധിയും വരും. ആകയാൽ ഇന്നെൻ ഗൃഹത്തിന് പോരണം ലോകനാഥ തവ പാദം വണങ്ങുന്നതിന്. അതുകൊണ്ട് എൻ്റെ ഗൃഹത്തിലേക്ക് ഇന്ന് വരണം ലോകനാഥ ഭഗവാനെ, തവ പാദം, അങ്ങയുടെ പാദം ഞാൻ വണങ്ങുന്നു. ഭഗവാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് വരണമേ. ഭക്തി പൂണ്ടക്രൂരനിത്തരം ചൊല്ലിയത് ഉത്തമ പുരുഷൻ കേട്ടോരനന്തരം ഉത്തമൻ നീ എന്നറിഞ്ഞിരിക്കുന്നു മൽഭക്തിയാൽ മേലിലും ഉത്തമനാം ഭവാൻ. ഇത്രയെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവാന്റെ പാദം കഴി തീർത്ഥം എനിക്ക് സരസിലൊഴിക്കണം, എനിക്ക് കുടിക്കണം ആ പാദതീർത്ഥം, എനിക്ക് എൻ്റെ ഭവനം ശുദ്ധമാവണം, എല്ലാം കൊണ്ട് എനിക്ക് ഭഗവാൻ ഇവിടെ വരണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നു, ഉത്തമ പുരുഷൻ ഭക്തി പൂണ്ട അക്രൂരൻ ഇത്തരെല്ലാം പറഞ്ഞപ്പോൾ ഉത്തമ പുരുഷൻ ഭഗവാൻ ഇതെല്ലാം കേട്ടിട്ട് ഉത്തമൻ നീ എന്നറിഞ്ഞിരിക്കുന്നു. ഭഗവാൻ പറയുന്നു ഈ അക്രൂരൻ ഉത്തമനാണ് എന്നറിഞ്ഞിരിക്കുന്നു. മൽഭക്തിയാൽ എന്നോടുള്ള ഈ ഭക്തി കൊണ്ട് മേലിലും ഉത്തമനാം ഭവാൻ. ഇന്നത്തെ മാത്രമല്ല ഭാവിയിലും നീ ഉത്തമനായി വരും. കംസന്റെ കാര്യാർത്ഥമായി വന്ന ഞാൻ ഇന്ന് കംസനെ കണ്ട് അന്യമന്ദിരേ ചെല്ലണം. അതായത് കംസന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണല്ലോ, കംസനെ വധിക്കാൻ വന്നതാണല്ലോ. അതുകൊണ്ട് കംസന്റെ കാര്യാർത്ഥമായി വന്ന ഞാൻ ഇന്ന് കംസനെ കണ്ട് അന്യമന്ദിര ചെല്ലണം. അല്ലെങ്കിൽ അങ്ങും ഇങ്ങനെ നല്ലതല്ലേതോ അത് ഇവിടെ വന്ന കാര്യം നിറവേറ്റാതെ വേറൊരു വീട്ടിലേക്ക് പൊയ്ക്കൂടാ. അത് കംസന് ഇവിടെ എനിക്ക് നല്ലതല്ല, അത് കൃഷ്ണനും നല്ലതല്ല, അക്രൂരനും നല്ലതല്ല. അതാണ് അല്ലെങ്കിൽ അങ്ങും ഇങ്ങും നല്ലതല്ല, ഇവിടെയും നല്ലതല്ല, അക്രൂരൻ്റെ ഭവനത്തിൽ നല്ലതല്ല. നല്ലനാം നിങ്ങളെ കാരുണ്യമുണ്ടല്ലോ, എനിക്ക് നല്ലനായ ഉത്തമനായ നിന്റെ കാരുണ്യമുണ്ടല്ലോ. ദുഷ്ടനാം കംസനെ കൊന്നു ഞാൻ നിന്നുടെ ഇഷ്ടം വരുത്തുവാൻ വന്നിടുവൻ ഗൃഹേ.
ദുഷ്ടനായിരിക്കുന്ന കംസനെ കൊന്നിട്ട് നിന്റെ ഭവനത്തിൽ നിന്റെ ഇഷ്ടം വരുത്തുവാൻ, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് വരുത്താൻ ഞാൻ നിന്റെ ഗൃഹത്തിൽ വരുന്നുണ്ട്. യുദ്ധം അരുൾ ചെയ്തത് കേട്ടൊര ക്രൂരൻ ചിത്തമോദേന കൃഷ്ണൻ പദം വന്ദിച്ച് ചെന്നുടൻ കംസനെ കണ്ടു വൃത്താന്തവും നന്ദിച്ച് കേൾപ്പിച്ചു തൽഗൃഹം ബുക്ക് ചെയ്തു. അങ്ങനെ കംസന്റെ അടുക്കലേക്ക് തന്നെ അക്രൂരൻ പോയി. അദ്ദേഹം പറഞ്ഞു വിട്ട കാര്യങ്ങളെല്ലാം നിറവേറ്റി ഇവിടെ കൃഷ്ണനെയും രാമനെയൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാൻ കംസന്റെ മന്ദിരത്തിലേക്ക് പോയി. ഇത് നമുക്ക് സമയം പോയി. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും. ഇതെല്ലാം മക്കൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ 2-3 ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കണം മക്കളെ. എന്തായാലും നമ്മളെന്താ പണ്ട് എന്തായാലും നനഞ്ഞ് പിന്നെ കുളിച്ച് കയറാന്നുണ്ടൊക്കെ ആരെന്ത് പറഞ്ഞു നമുക്ക് വഹ വെക്കണ്ട. നമ്മളെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാത്താന്മാർ ഇങ്ങനെയൊക്കെ കാണും. അവർക്ക് പിടിക്കുന്നില്ല. കാരണം ഇപ്പം കുറേ ഹിന്ദുക്കൾക്ക് ഇപ്പം സപ്താഹവും അതും ഇതൊക്കെ വന്നപ്പം ഇവരുടെ മതത്തിലോട്ട് ചേരാൻ ആളുകൾ കുറയുന്നുണ്ട്. മനഃപൂർവ്വം ഇത് പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഇവരുടെ മതത്തിലോട്ട് പോകുമായിരുന്നു. കർത്താവിനെ ഓർത്തിട്ടല്ല ഞാനീ പറയുന്നത്. ഈ ഇങ്ങനെയുള്ള വിവരമില്ലാത്തവരെ ഓർത്തിട്ട് പറയുക. അത് നമ്മളിലുണ്ട്, ഹിന്ദുക്കളിലുണ്ട് ഇങ്ങനെയുള്ളവർ. അതുകൊണ്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് മാത്രം ഇങ്ങനെ പ്രാർത്ഥനാലയമൊന്നും ഇല്ലാതെ പോയി. ഒരുപാട് മക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിക്കുന്നു, വിഷമിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എവിടെ എത്തിപ്പിടിക്കൊണ്ട് എല്ലാവരും പോയി. പണ്ട് ഇതുപോലെ തുടങ്ങിയിരുന്നെങ്കിൽ ഓരോ അമ്പലങ്ങളൊക്കെ സപ്താഹവും പ്രാർത്ഥനയും ഭക്തിപരമായ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹിന്ദുക്കളും അഹിന്ദുക്കളും അതുകൊണ്ട് പോകുമായിരുന്നു. നമ്മളോടും ചിന്തിക്കാം. നമ്മൾ അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ തുനിയണം അതിന് വേണ്ടി. ഈശ്വരൻ ഏകനാണ്. യേശു കർത്താവ് പുത്രനാണ്, അന്യനല്ല. എല്ലാം ഈ പറഞ്ഞ വിവരം ഇല്ലാത്തവരും എല്ലാം നമ്മളുടെ ഭഗവാന്റെ മക്കളാണ്. ആരും അന്യരല്ല. പക്ഷേ വിവരം വേണം, അത്രയേ ഉള്ളൂ. എല്ലാവരും ജ്ഞാനം എല്ലാവർക്കും ഒന്നിച്ച് കിട്ടത്തില്ല. പക്ഷേ അറിവില്ലായ്മ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് വേറെ ഇത് വേറെ, ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ, നിങ്ങൾക്ക് വേറെ ദൈവം നിങ്ങൾക്ക് വേറെ. ഇങ്ങനെ വന്നെന്താ എല്ലാം ഒന്നായി കാണാൻ എന്താ കഴിവില്ലാത്ത? അറിവില്ലായ്മ കൊണ്ടാണ്. കർത്താവ് പറഞ്ഞ് ഇവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകയാൽ ഇവനോട് ക്ഷമിക്കണമേ. ഞാനും ഇതാ പറയുന്നത്. പക്ഷേ ഇതെൻ്റെ മക്കൾക്ക് അറിയാൻ എനിക്കൊരു ചാൻസ് കിട്ടി. ഇത്രയും പറയാൻ എനിക്കൊരു അവസരം അതിൽ ഞാനത് പറയാൻ ഒക്കത്തില്ല. എൻ്റെ ഉള്ളിലിരിക്കത്തേ ഉള്ളൂ. ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് ആരെയും ബോധിപ്പിക്കണം. അതിൻ്റെ കാരണം ഉണ്ടാവണം. ഇപ്പോൾ എനിക്കൊരു കാരണം കിട്ടി. ഭജന എന്താ പറയുക, കോപ്പാന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ കാരണം കിട്ടി. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയത്തില്ല. എൻ്റെ ഉള്ളത്തിലിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് ആരെയും ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അതിന് അവസരം കിട്ടി. അതുകൊണ്ട് ഞാനത് പറഞ്ഞതാ. അല്ല ആരോടുള്ള ദ്രോഹമോ ദേഷ്യമോ ഒന്നുമല്ല. ആ മനുഷ്യനെനിക്ക് സഹതാപമേ ഉള്ളൂ. കാരണം അറിവില്ലല്ലോ. അതുകൊണ്ട് ഭഗവാനോട് പറയുന്നത്, ഭഗവാനെ അറിവ് കൊടുക്കണമേ. എന്നാൽ പിന്നെ അജ്ഞാനം മാറി ഈശ്വരങ്ങളിലേക്ക് ഈ സത്യത്തിൻ്റെ വഴി എന്ന് പറയാനല്ലാണ്ട് അവിടേക്ക് എത്തപ്പെടാൻ പറ്റത്തില്ലല്ലോ. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ അവിടെ കാരണം പൊത്തെ പിടിക്കണം. പക്ഷെ കൈ നനയാൻ വയ്യ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്. നമുക്ക് എല്ലാം ത്യജിക്കാനും സഹിക്കാനും കുടുംബം നോക്കിക്കൊണ്ട് ഭർത്താവും ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ. ഈ ഗൃഹസ്ഥാശ്രമികളാണ് നമുക്ക് അത് മനസ്സും ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാത്തിനും ത്യജിച്ച് മനസ്സിൽ നിന്നെല്ലാം കളഞ്ഞിട്ട് വേണം പരമാത്മ ചേരാൻ. അത് എല്ലാവർക്കും പറ്റത്തില്ല. കുറേ ആൾക്കാർക്ക്. ആർക്കെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും പറ്റും. പക്ഷേ വേണമെന്ന് വെച്ചാൽ അത് നടക്കാത്തതുകൊണ്ട് എല്ലാവരും ഒന്നുപോലെ അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നന്നായി പരിശ്രമിക്കണം. ആത്മാവിൽ ആനന്ദിക്കുക. 100 പേര് ഓട്ടത്തിൽ ഓടുമ്പോൾ 10 പേരും ജയിക്കണമല്ലോ. അതുകൊണ്ട് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.